എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണിക്കാനാണ്. ബട്ട്ലേഴ്സ് ചോക്ലേറ്റ്സ് അയർലൻഡിൽ മാത്രമല്ല വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് മേക്കിംഗ് കമ്പനിയാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ ഫാക്ടറി. ഇതിനോട് ചേർന്നൊരു കഫേയുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് എല്ലാം സെല്ല് ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലേസുമുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ചെല്ലുന്നവർക്കെല്ലാം അവർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതുപോലെ തന്നെ ചോക്ലേറ്റ് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വെറൈറ്റി ഓഫ് ചോക്ലേറ്റ് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇവിടെയുണ്ട്. പിന്നെ പലതരം ഗെയിംസ് കുട്ടികൾക്കായിട്ടുണ്ട്. അതുപോലെ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ചില കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഞാൻ കേട്ടത് അവർ മെയിനായിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് പ്രിപ്പറേഷൻ ഏരിയയിലോട്ട് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നില്ല. പക്ഷേ അവർ നമ്മളെ കാണിക്കുവാനായിട്ട് കൊണ്ടുപോകുമെന്നാണ് കേട്ടത്. അവിടെ ഫോട്ടോഗ്രാഫി അല്ലെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. പക്ഷേ അവരുടെ ചോക്ലേറ്റ് പ്രിപ്പറേഷനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടും അവരത് എക്സ്പെരിമെൻ്റ് നമ്മളെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് പ്രോസസ്സ് എന്നുള്ളത്. എന്നോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പം നിങ്ങളും കാണുക. ഇപ്പോൾ കാണുന്നതാണ് ബട്ട്ലേഴ്സ് ചോക്ലേറ്റിൻ്റെ എൻട്രൻസ് ഭാഗം. അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കൊരു റിസ്റ്റ് ബാൻഡ് തരും. നമുക്ക് ഫാക്ടറിയുടെ ടൂറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യമേ തന്നെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ബട്ട്ലേഴ്സ് ചോക്ലേറ്റിൻ്റെ ബട്ടൺ ചോക്ലേറ്റും നമുക്ക് തരുന്നതാണ്. പിന്നെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിൽ ഒരു ഏപ്രണും ക്യാപ്പും അവർ തരുന്നതാണ്. കാരണം അതിൻ്റെ അകത്ത് അത്രയും നല്ല ക്ലീനും സ്റ്റെറൈലുമായിട്ടാണ് അവർ ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ചോക്ലേറ്റിൻ്റെ ചരിത്രത്തിലേക്ക് ബട്ട്ലേഴ്സ് ഫാക്ടറി എങ്ങനെയാണ് ഇവിടെ രൂപം കൊണ്ടത്, അയർലൻഡിലേക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് എത്തിയത് എന്നുള്ള ഈ ചരിത്രങ്ങളുടെ ഒരു മ്യൂസിയത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു ചോക്ലേറ്റ് കമ്പനിയുടെ സ്ഥാപക എന്ന് പറയുന്നത് മാരിയോൺ ബട്ട്ലർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വനിതയാണ് എന്നുള്ളത്. 1932 ഡബ്ലിനിലെ ലാൻഡ് ലൈനിലാണ് ബട്ട്ലേഴ്സ് ചോക്ലേറ്റ് ജീവിതം ആരംഭിച്ചത്. മരിയോൺ തൻ്റെ ആഡംബര ചോക്ലേറ്റ് സൃഷ്ടികൾക്ക് ചെസ്നൗസ് ചോക്ലേറ്റുകൾ എന്ന് പേരിട്ടു. ഫാഷനബിൾ ജോർജിയൻ ഡബ്ലിൻ്റെ ഹൃദയഭാഗത്ത് മാരിയോൺ കമ്പനി അവർ സ്ഥാപിച്ചു. അവരുടെ കൈകൊണ്ട് രുചികരമായ പലഹാരങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിൽ ജനിച്ച് യുവതിയായിരിക്കെ അയർലൻഡിലേക്ക് താമസം മാറിയ മരിയോൺ 1959 കോർക്കിൽ നിന്ന് സീമസ് സോററ്റ്സൺ കമ്പനി വാങ്ങുന്നതുവരെ അവരുടെ രുചികരമായ ചോക്ലേറ്റുകൾ ഉണ്ടാക്കുന്നത് തുടർന്നു. ലോകത്തെമ്പാടുമുള്ള 40-ലധികം രാജ്യങ്ങളിലും 60 വിമാനത്താവളങ്ങളിലും ബട്ട്ലേഴ്സ് ചോക്ലേറ്റുകൾ ഇന്ന് ലഭ്യമാണ്. നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വീഡിയോ ഷോ ഉണ്ട്. ഒരു തിയേറ്റർ പോലെയുള്ള സ്ഥലത്ത് നമ്മളെ ആ ചോക്ലേറ്റിൻ്റെ ഉത്ഭവവും അതിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും എല്ലാം നമ്മൾ ആ ഒരു ഷോ കണ്ടതിന് ശേഷം അവർ നമ്മളെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ മുറിയിലാണ് അവർ കറക്റ്റായിട്ട് കാണിക്കുന്നത് ഈ ചോക്ലേറ്റ് എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെ അതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഫാക്ടറിയുടെ അകം കാണിച്ചിരുന്നു. നിറയെ റോബോട്ടുകളും എല്ലാമുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലുള്ളത്. അതവർ വീഡിയോയും ഫോട്ടോയും എടുക്കുവാനായിട്ട് അലോ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെമോയാണ് നമ്മളിവിടെ കാണിക്കുന്നത്, എങ്ങനെയാണ് ഇവർ യൂഷ്വലി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾക്ക് കാണാം ചോക്ലേറ്റ് ഇവിടെ എപ്പോഴും 365 ദിവസവും അവർ പറയുന്നത് അതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു മെഷീൻ അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് ഓരോ ഷേപ്പിൽ, പക്ഷേ ഇപ്പോൾ ഇവരിത് കൈവച്ചാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെയുള്ള മെയിൻ കമ്പനിയിൽ മുഴുവൻ റോബോട്ട്സാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഈ ചോക്ലേറ്റിൻ്റെ അച്ചുകളിൽ, പലതരത്തിലുള്ള അച്ചുകളിൽ ഈ ചോക്ലേറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റിൻ്റെ ഉൽപ്പാദനം കൂടാതെ തന്നെ ബട്ട്ലേഴ്സ് ചോക്ലേറ്റുകൾ, ക്രീം ടോഫി, സോഫ്റ്റ് ഫഡ്ജ്, രുചികരമായ മോറിഷ് ചോക്ലേറ്റ് നിറച്ചതും കട്ടിയുള്ളതുമായ ചോക്ലേറ്റ് ബാറുകൾ, പ്രശസ്തമായ മദ്യങ്ങൾ, ഹോട്ട് ചോക്ലേറ്റ്, ക്രിസ്മസ് സീസണൽ ശേഖരങ്ങൾ എന്നിവയാൽ വശീകരിക്കുന്ന മിൽക്ക് ചോക്ലേറ്റ്, ട്രിപ്പിൾസ് ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവർ വാലന്റൈൻസ് ഡേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ചോക്ലേറ്റ്
നമ്മളിവിടെ ഈ ടൂറിന് വരുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ചോക്ലേറ്റുകൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരുന്നുണ്ട്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകൾ. ഇപ്പോൾ ഇവർ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഈ ചോക്ലേറ്റ് പോലും നമുക്ക് രുചിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അവർ പറയുന്നത് ഈ ചോക്ലേറ്റ് ഇത് കളക്ട് ചെയ്തിട്ട് അത് 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് എഗെയിൻ 2 hours കഴിഞ്ഞിട്ട് അതിനകത്ത് അവർ ക്രീം ചോക്ലേറ്റ് എഗെയിൻ ഇടും. അതിനുശേഷം പിന്നെയും തിരിച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ പലവിധ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന ബട്ട്ലേഴ്സ് ചോക്ലേറ്റിൻ്റെ ഒറിജിനൽ രൂപത്തിൽ വരുന്നത്. ഇപ്പോൾ ഇവർ ഈ സ്ക്വീസ് ചെയ്യുന്ന ഈ ചോക്ലേറ്റ്, അതായത് ചോക്ലേറ്റിൻ്റെ ബേസിന് മുകളിൽ ക്രീം ചോക്ലേറ്റ് അവർ മിക്സ് ചെയ്യുന്നു, പിന്നെയും അവർ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ ഫാക്ടറിക്കുള്ളിൽ റോബോട്ട്സ് അതിൻ്റെ ഹാൻഡ് വെച്ച് ചെയ്യുന്നത്, അത് സെക്കൻഡ്സിൽ 400 ചോക്ലേറ്റ് വെച്ച് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആ ഒരു കാഴ്ച വളരെ അത്ഭുതം നിറഞ്ഞതാണ്. അത്ര സ്പീഡിലാണ് ഇവിടെ ചോക്ലേറ്റ് നിർമ്മാണം നടക്കുന്നത്. വളരെ വൃത്തിയുള്ളതും വളരെ സ്റ്റെറൈലായിട്ടുമുള്ള രീതിയിലാണ് അവർ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഫാക്ടറി ടൂറിന് വന്നിരിക്കുന്ന ആളുകളിൽ നിന്ന് 2 പേരെ അവർ ക്ഷണിച്ചു. ആ 2 പേരെ കൊണ്ടും അവർ ചോക്ലേറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അവരെ കൊണ്ട് പറഞ്ഞ് അത് ഡെമോ ചെയ്ത് എല്ലാവരെയും കാണിച്ചു തന്നു. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് ഇവരിപ്പം നമ്മളെ ഉണ്ടാക്കി കാണിച്ചു തന്നത്. What our lovely designs look like. Done. And of course it's everyone here. But now that they're done, I'm going to need to fill up the mold. So I'm going to make my way back over to my tempering wheel, grab my jug and pop it underneath. And this is now full of chocolate. So I'm going to fill up this side of the mold. It needs to be shook for 2 hours. Because my arms will get very tired. So luckily I have a machine over here and it's going to do all of the work for me. So that's going to rotate, and after it's done its rotation we're going to pop it in our fridge and it will need to stay there for a little while to chill. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് എല്ലാവർക്കും അവർ സെർവ് ചെയ്തു. അതിനുശേഷം ആനയുടെ ആകൃതിയിലുള്ള ഒരു ചോക്ലേറ്റ് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ പേരെഴുതി വെച്ച് ടേബിളിൽ അവർ തന്നു. അതിൻ്റെ കൂടെ ഒരു ബ്രഷും തന്നിട്ടുണ്ട്. പിന്നെ മിൽക്ക് ചോക്ലേറ്റ്, ഹോട്ട് മിൽക്ക് ചോക്ലേറ്റ് അവർ ഒരു കപ്പിൽ അതിൻ്റെ സൈഡിൽ തന്നു. എന്നിട്ട് നമ്മളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എലിഫൻറ്റിനെ ഡെക്കറേറ്റ് ചെയ്യുക, വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ആ ഡെക്കറേറ്റ് ചെയ്യുന്ന ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പം ഈ ഒരു ചോക്ലേറ്റിനകം പൊള്ളയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് അവരൊരു ഡെമോ കാണിക്കുകയാണ്. അപ്പം അതിനെ കടിച്ച് തിന്ന് നമ്മളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ അതിനകം പൊള്ളയാണ്, വളരെ ടേസ്റ്റുള്ള ചോക്ലേറ്റാണ്. എല്ലാവരും അവനവൻ ഡെക്കറേറ്റ് ചെയ്ത എലിഫൻറ്റിനെ കവറിലാക്കി പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.